ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കാര്യം നമ്മുടെ കോഴിക്കോട്ടെ തളി ടെമ്പിളിൻ്റെ അവിടെ കിട്ടുന്ന പാലടപ്രഥമൻ്റെ ടേസ്റ്റാട്ടോ. എല്ലാ വർഷവും ഞങ്ങൾ അവിടെ പോയി പാലടപ്രഥമൻ മേടിക്കും കേട്ടോ. ഈ വർഷവും ഞങ്ങൾ പോയി മേടിച്ചു. തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് കഴിച്ചാൽ നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് വരെ മാറുന്നു. തലേ ദിവസം കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു കേട്ടോ, ചെറുങ്ങനെ. സത്യം പറഞ്ഞാൽ ഈ സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസൊക്കെ അല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ഭയങ്കര കളറാക്കി നിർത്തുന്നത്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഡ്രൈ ആയി പോകാനല്ലേ. തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ പൂക്കൾ ഇട്ടു കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി സാരിയെല്ലാം ഉടുത്ത്, സദ്യയാണല്ലോ നമ്മുടെ മെയിൻ, സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം നമ്മുടെ സാമ്പാറും അവിയലും തോരനും കാളനും അച്ചാറും പപ്പടവും എല്ലാം കണ്ടിട്ട് ടേബിളിൽ അങ്ങ് സെറ്റാക്കി വെച്ചു. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. സംഗതി എന്നാൽ അടിപൊളി, എല്ലാം ഒന്നിനൊന്നും മെച്ചം. ആ സാമ്പാർ ഇവിടെ കുത്തി വഴി മറിക്കങ്ങോട്ട് തോണ്ടി കളിക്കണം. രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ. ഓണസദ്യയെല്ലാം ഞങ്ങളങ്ങനെ കുറേ നേരം ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ടോ. ഈ സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നിലത്തിരുന്ന് സദ്യ കഴിക്കാൻ പ്രത്യേക ഒരു ഫീലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫ്യൂച്ചറിൽ നമുക്കിതൊക്കെയല്ലേ കാണാനുണ്ടാവുള്ളൂ.